ഓഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയിനായിട്ട് നാം പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സുമായിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ആദ്യം എങ്ങനെ മുടക്കാം എന്ന് ഗവേഷണം നടത്തുന്നവരായി നമ്മൾ മലയാളികൾ മാറിയിരിക്കുകയാണ്. കാരണം ഒരാൾ ബിസിനസ്സിനായിട്ട് വന്നാൽ അയാൾ ബിസിനസ് സംരംഭമായിട്ട് നമ്മൾ വേറെ സംസ്ഥാനത്തോ വേറെ പ്രദേശത്തോ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്വീകരണം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഒരു ബിസിനസ്സുമായിട്ട് വരുമ്പോൾ ആ ബിസിനസ്സിൽ യഥാർത്ഥത്തിൽ നഷ്ടമാർക്ക് ലാഭമാർക്ക് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. ബിസിനസ്സിന് വേണ്ടി ഒരാൾ 1 രൂപയാവട്ടെ 100 രൂപയാവട്ടെ 1 ലക്ഷമാവട്ടെ 1 കോടിയാവട്ടെ ആ സംരംഭകൻ അഥവാ ആ പൈസ മുടക്കുന്ന ആൾ അതുമായി വരുമ്പോൾ നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ റൂമുകൾ ധാരാളം അടഞ്ഞു കിടക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒന്ന് സഞ്ചരിച്ച് നോക്കണം. നാഷണൽ ഹൈവേയിലും അല്ലാത്തതുമായ എല്ലാ പ്രദേശത്തും റൂമുകൾ അടഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അതെടുത്തു പോകുന്നില്ല. കാരണം എന്താണ്? ബിസിനസ് ചെയ്യാൻ ആർക്കും ധൈര്യമില്ലാത്തൊരവസ്ഥ. ബിസിനസ് തുടങ്ങി 1 വർഷം 6 മാസം 3 മാസമാകുമ്പോൾ പൂട്ടിപ്പോകുന്നു. യഥാർത്ഥത്തിൽ ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് മാത്രം, ആ വ്യക്തിക്ക് മാത്രമാണ് അതിൻ്റെ നഷ്ടം വരുന്നത്. വന്ന് റൂം എടുക്കുമ്പോൾ 20,000 10,000 റൂം എടുക്കുന്നു. അത് റൂമിൻ്റെ ഉടമസ്ഥന് കിട്ടുന്നു. നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ചെല്ലുകയെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ പഞ്ചായത്തിൽ ചെല്ലുക, കോർപ്പറേഷനിൽ അവരുടെ ഫീസുകൾ കറക്റ്റായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അത് കഴിഞ്ഞ് അക്ഷയയിലേക്ക് ചെല്ലുന്നു, അവിടെ നിന്നും പൈസ കിട്ടുന്നുണ്ട്. എല്ലാ മേഖലയിലുള്ളവർക്കും പൈസ കിട്ടും. എന്നാൽ 3 4 5 തൊഴിലാളികൾക്ക് പണി കിട്ടുമ്പോൾ ആ 5 തൊഴിലാളികൾക്കും ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. അവരും 1 വർഷമോ 6 മാസമോ പണിയെടുക്കുകയും ആ ശമ്പളം കറക്റ്റായിട്ട് കിട്ടുകയും അവരുടെ കാര്യങ്ങൾ വ്യക്തമായി നടന്നു പോവുകയും ചെയ്യും. പൂട്ടിപ്പോകുന്ന സ്ഥാപനത്തിന്, ആ പൂട്ടിപ്പോകുന്ന വ്യക്തിക്ക് മാത്രമാണ് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം ചിന്തിക്കുക, ഒരു ബിസിനസ്സുമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ അയാൾ 2 കൈ നീട്ടി സ്വീകരിച്ചാലുള്ള മെച്ചം എന്താണ്? റൂം വാടകക്കാരന് റൂം കിട്ടും, റൂമിൻ്റെ പൈസ കിട്ടും. അതിൽ തൊഴിലെടുക്കുന്നവർക്ക് തൊഴിലിൻ്റെ പൈസ കിട്ടും. അതിലേക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഇലക്ട്രിക് കടകളാവട്ടെ പ്ലംബിംഗ് കടകളാവട്ടെ അവർക്ക് പൈസ കിട്ടും. അതിൻ്റെ തൊഴിലാളികൾക്ക് പൈസ കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലോ പുറത്തോ നിന്ന് പൈസയുമായിട്ട് വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ 2 കൈയും കൊണ്ട് സ്വീകരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന്, അത് പ്രദേശത്തിലാവട്ടെ സിറ്റിയിലേക്കാവട്ടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിന് സാമ്പത്തികമായ മെച്ചമല്ലാതെ ഒരു നഷ്ടവും വരാനില്ല. ബ്രിട്ടനിലോ സൗദി അറേബ്യയിലോ ദുബൈയിലോ ഏത് രാഷ്ട്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന 1 രൂപയായിരുന്നാലും ആ പൈസ നമ്മുടെ നാട്ടിലാണ് കിട്ടുന്നത്, നാട്ടിലാണ് അവർ ചെലവെക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് തൊഴിലവസരം കിട്ടും. 1 വർഷമെങ്കിൽ 1 വർഷം, 6 മാസമെങ്കിൽ 1 മാസം. നഷ്ടം വന്നാൽ ആ മുടക്കിയവന് മാത്രമേ നഷ്ടം വരുന്നുള്ളൂ, അവൻ്റെ പൈസ മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ അവനെന്ത് സംഭവിക്കുന്നെന്ന് പോലും ആരും ചിന്തിക്കുന്നില്ലല്ലോ. ചിന്തിക്കേണ്ട ആവശ്യം ആർക്കില്ല. മിക്കവാറും ലോൺ എടുക്കും, ആ ലോൺ അടയ്ക്കാൻ പറ്റാതെ അവൻ ആകെ അസ്വസ്ഥനാവും. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒരാൾ ബിസിനസ്സിലേക്ക് വന്നാൽ അയാളെ 2 കൈയും നീട്ടി സ്വീകരിച്ച് അയാൾക്കത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് നാടിന് മെച്ചമുണ്ടാകുന്നു, നാടിന് വികസനമുണ്ടാകുന്നു, നാട്ടിൽ ഈ റൂമുകൾ അടഞ്ഞിടക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ നാട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്കോ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള സിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലുള്ള നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള കടയിൽ നിന്നും സാധനം വാങ്ങാൻ ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ടുള്ള സാധനം വാങ്ങൽ നമ്മൾ വളരെ കുറയ്ക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ എന്ന കളക്ഷനിലാവട്ടെ ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന 10 രൂപ ആവട്ടെ 100 രൂപ ആവട്ടെ 10,000 രൂപ ആവട്ടെ അവർ അടുത്തുള്ള പച്ചക്കറികളിൽ നിന്ന് സാധനം വാങ്ങുകയും അടുത്തുള്ള പലചരക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങുകയും അതിന് തൊട്ടപ്പുറത്ത് ഉള്ള സാധനം വാങ്ങുകയും ചെയ്യുമ്പോൾ ഈ പൈസ നമ്മുടെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നഗരത്തിൽ റൊട്ടേറ്റ് ചെയ്യപ്പെടുകയും ആ പൈസ നമ്മുടെ നാട്ടിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ നാട്ടിൽ വികസനമുണ്ടാകുന്നു, നമ്മുടെ കുട്ടികൾക്ക് തൊഴിലുണ്ടാകുന്നു, ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ലത് സംഭവിക്കുന്നു. എന്നാൽ നമ്മൾ ഇത് വിദേശ കുത്തകളായിട്ടുള്ള ഫ്ലിപ്കാർട്ട് ആവട്ടെ ആമസോൺ ആവട്ടെ ഏത് ഓൺലൈൻ ഷോപ്പിങ്ങിലും നമ്മൾ ചെയ്യുകയും പൈസ വാങ്ങുകയും ചെയ്യുമ്പോൾ ആ പൈസ ഡയറക്റ്റായിട്ട് അവരിലേക്കാണ് പോകുന്നത്. അവർ ഈ ഗ്രാമവുമായിട്ടോ നമ്മുടെ സിറ്റിയുമായിട്ടോ ഒരു ബന്ധവുമില്ല. 50,000 രൂപ വന്നാൽ 50,000 രൂപ തിരിച്ച് വേറെ രാഷ്ട്രത്തിലേക്കോ വേറെ സംസ്ഥാനങ്ങളിലേക്കോ വേറെ പ്രദേശത്തേക്കോ പോകുന്നു. നമ്മുടെ നാട്ടിൽ അത്രയും പൈസ ഷോർട്ടാവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കേരളത്തിൽ എല്ലാവരും പറയുന്നത് കടമാണ്, പൈസയില്ല, സാമ്പത്തികമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ആരെങ്കിലും എല്ലാവരും ലോണിലാണ്, കടത്തിലാണ്. അതിന് യഥാർത്ഥ പ്രശ്നം എന്താണ്? നമ്മുടെ നാട്ടിലുള്ളവർ തൊഴിലെടുക്കാതെ ബംഗാളികളും ബാക്കിയുള്ള പ്രദേശക്കാർ വന്ന നാട്ടിൽ തൊഴിലെടുക്കുന്നു. അവർ ഇവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഒരു മാസം അയച്ചു പോകുന്നത്. അത് 1 വർഷം. അപ്പോൾ ചോദിക്കാം, അവർ വേണം. ചില തൊഴിലെടുക്കാൻ നമുക്ക് കഴിയാത്ത മേഖലകളുണ്ട്, കൺസ്ട്രക്ഷൻ മേഖല അതുപോലത്തെ പല മേഖലകളിലുണ്ട്, അവർ ചെയ്തുകൊട്ടെ. പക്ഷേ ആ തൊഴിലിന് പകരമല്ലാതെ നമ്മൾ അവരുടെ സാധനങ്ങളൂടെ ഇങ്ങോട്ട് വരുത്തിയിട്ട് ആ പൈസയും കൂടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിസമ്പന്നമായ ഒരു സംസ്ഥാനമൊന്നുമല്ല കേരളം.
കേരളം ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമ്മൾ മിക്കപ്പോഴും അന്യ സംസ്ഥാനങ്ങളിലോ അന്യ രാഷ്ട്രങ്ങളിലോ പോയി തൊഴിലെടുത്ത് ആ കൊണ്ടുവരുന്ന പൈസയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ ദുബൈയിൽ നിന്നും ഒരു 2 ലക്ഷം രൂപ ഇങ്ങോട്ട് കൊണ്ടുവരും. ആ 2 ലക്ഷത്തി 1 ലക്ഷം ബംഗാളിക്ക് ശമ്പളമായിട്ട് കൊടുക്കും. പിന്നെ ബാക്കിയുള്ള 1 ലക്ഷം നമ്മൾ ഡ്രസ്സും ബാക്കിയുള്ളതൊക്കെ എടുത്ത് ഓൺലൈനിൽ അങ്ങ് തിരിച്ചു കൊടുക്കും. നമ്മുടെ നാട്ടിൽ ഒരു പൈസയും നിൽക്കുന്നില്ല. അതാണ് സാമ്പത്തിക മാന്ദ്യത കാരണം. നമ്മൾ സാമ്പത്തിക മാന്ദ്യം ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാട്ടിലുള്ള റൂമുകൾ എടുത്തു പോവുകയും നമുക്ക് വികസനം ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകൾ, അത് ഏത് ഷോപ്പുമാകട്ടെ, ഓൺലൈനായിട്ടുള്ള ബിസിനസ് നമ്മൾ കുറയ്ക്കുകയും നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പോൾ പച്ചക്കറി പോലും ഓൺലൈനിലാണ് ആൾക്കാർ വാങ്ങുന്നത്. ആൾക്കാർക്ക് പുറത്തു പോകാൻ വയ്യ. എന്നാൽ സാധാ ജനങ്ങൾ, കച്ചവടം ചെയ്യുന്നവർ, കൂലിപ്പണിക്കാർ, ബാക്കിയുള്ളവരാണ് കൂടുതൽ. ഉദ്യോഗസ്ഥർ 10% 15% മൊത്തത്തിൽ നുള്ളി പറിക്കാനുണ്ടാവുള്ളൂ. ബാക്കി 88-90% പേരും ബാക്കിയുള്ളത് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇനി സർക്കാർ ജോലി ചെയ്യുന്നവരിന് ഒന്നുമായിട്ട് നമ്മുടെ മക്കളെയോ കുട്ടികളെയോ നമുക്കൊന്നും നടക്കാൻ കഴിയില്ല. നമ്മൾ പ്രൈവറ്റ് സെക്ഷനിലേക്കോ ബാക്കിയുള്ളതിലേക്കോ പോകണം. അപ്പോൾ അതിനൊരു വികസനം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഓൺലൈൻ അല്ലാതെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 കൊല്ലോ 5 കൊല്ലോ കഴിയുമ്പോൾ നമ്മൾ കഴിയുന്നതും നമ്മുടെ നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാക്കുക. നമ്മുടെ നാടാണ് നമ്മുടെ ജീവിതം, വേറൊന്നും നമുക്ക് ജീവിതമില്ല. ഇതുകൂടി ഇന്നത്തെ ഇത് കഴിയുന്നു.